കനകം കാമിനി കലഹം. ആ പടത്തെ പറ്റിയല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്നത് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥയെ പറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ കനകം കാമിനി കലഹം പറഞ്ഞത് നിങ്ങൾ ചോദിക്കും. നിങ്ങൾ ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രതീഷ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ കനകം കാമിനി കലഹം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തായാലും സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് എൻജോയ് ചെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തെന്നാൽ കനകം കാമിനി കലഹം എന്ന് പറഞ്ഞ ആ ഒരു സിനിമ എന്നാ പാടാ പറയാൻ. ട്രിപ്പിൾ കെ എന്ന് ഞാൻ പറയാം. കെ. അപ്പം കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ മനസ്സിലാവും കുറച്ച് സറ്റയർ ഫിലിം, അല്ലെങ്കിൽ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്, കൊമിക്കൽ ക്യാരക്ടേഴ്സ്, അങ്ങനെ ഒരു ഡാർക്ക് ഹ്യൂമർ ടൈപ്പ് ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു പടമാണ് കനകം കാമിനി കലഹം. അപ്പോൾ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ, അതും പാടാ. സൂസു ഹ്രീപ്ര സൂസു ഹ്രീപ്ര എന്ന് പറഞ്ഞ സിനിമ, ഇതും ഏകദേശം ആ ഒരു ജോണറിലൊക്കെ എത്തിപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു പടമാണ്. എന്ന് വെച്ചാൽ കനകം കാമിനി കലഹം അതേപോലെ എഴുതി വെച്ചേക്കുവല്ല ഇവിടെ. എന്തെന്നാൽ ഇതിന്റെ ചെറിയ ചെറിയ ഒരു നല്ല ഭാഗങ്ങൾ ഇതിലും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫിക്ഷണൽ ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ്, സറ്റയർ ഫിലിമിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ, ഒരു ഡാർക്ക് ഹ്യൂമർ ടൈപ്പ് ലെവലിൽ വരുന്ന കുറെ കോമഡികൾ, കോമിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ റിയൽ ക്യാരക്ടേഴ്സ് പറയുന്ന ഒരു ഡയലോഗ് ഡെലിവറി, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒത്തിരി കോമിക്കൽ ആകുകയും ചെയ്യുന്നില്ല എന്ന റിയൽ ക്യാരക്ടേഴ്സ് ആവുകയും ചെയ്യുന്നില്ല. അതിന്റെ ഇടയ്ക്കായിട്ട് അതിന്റെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ പടത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കനകം കാമിനി കലഹം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നത്താൻ കേസ് കോഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഹ്യൂമർ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സുരേഷ് സുമലത ഹൃദയകാരിയായ പ്രണയകഥ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെടാനുള്ള സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ പടം കാണാൻ പോയതിനെ പറ്റി, സൂസു ശ്രീപ്ര കാണാൻ പോയതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞാലേ എനിക്ക് ഇതിന്റെ ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. എന്നുള്ളത് ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ പടം ഇറങ്ങിയ രാവിലെ 2 സിനിമകളാണ് റിലീസ് ആയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ അമ്പലനടയിലും, രണ്ടാമത് ഈ പടവും. രാവിലെ 11 മണിക്ക് ഞാൻ സാധാരണ പോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കാണാൻ പോയി പടം കഴിഞ്ഞു ഇറങ്ങി. അതിന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കഴിഞ്ഞിറങ്ങി അതിന്റെ പുറകെ അടുത്ത പടം കൂടെ കണ്ടേക്കാന്ന് വിചാരിച്ചു. കനകം സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ കാണാൻ വേണ്ടി ഞാൻ തിയേറ്ററിലേക്ക് ഓടിപ്പടി ചെന്നപ്പോഴത്തേനും എന്നെ കൂടെ കൂട്ടി 4, 3, 7 പേരുണ്ടായിരുന്നു അവിടെ. അപ്പോഴാണ് അയാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ആര്? സിനിമ തുടങ്ങണോ വേണ്ടോ എന്ന് ആലോചിക്കുന്ന ആൾ, തീരുമാനിക്കുന്ന ആൾ. പുള്ളി വന്നിട്ട് എന്നോട് പറയണ, മോനെ 18 പേരില്ലാതെ പടം തുടങ്ങാൻ പറ്റിയല്ല, കറണ്ട് കാശ് പോലും കിട്ടുകയില്ലെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ഏട്ടാ, ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പടം തുടങ്ങുന്നത് 2 മണിക്ക്. 1:58 ആയപ്പോഴത്തേനും അയാൾ, ആ മഹാൻ, പിന്നെയും എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, മോനെ പടം തുടങ്ങിയല്ല, പടം ക്യാൻസലായി. ഓക്കെ, ഞാൻ വിഷമത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ പടം സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ കാണാൻ വേണ്ടി സെക്കൻഡ് ഷോയ്ക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് അടുത്ത തിയേറ്ററിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നീൽ ആംസ്ട്രോങ്ങിനുണ്ടായ അതേ അവസ്ഥയായിരുന്നു എനിക്കുണ്ടായത്. പന്തലിൽ പുള്ളി ഒറ്റയ്ക്കാണ് കാലുകുത്തിയെങ്കിൽ ആ തിയേറ്ററിൽ ഞാൻ ഒറ്റയ്ക്കാണ് കാലുകുത്തിയത്. ഞാൻ ഇറങ്ങിയപ്പോഴത്തേനും അവിടെ ആരുമില്ല. ടിക്കറ്റ് കയറാൻ നിൽക്കുന്ന ചേട്ടനുണ്ടായിരുന്നു, പോപ്കോൺ വിൽക്കാൻ നിൽക്കുന്ന ചേട്ടനുണ്ടായിരുന്നു, ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്ന ചേട്ടനുണ്ടായിരുന്നു. ടിക്കറ്റ് മേടിച്ച് പോപ്കോൺ ചേട്ടൻ ഒരു ചിരിയും കൊടുത്ത് ഞാൻ ടിക്കറ്റ് കയറാൻ വേണ്ടി ചെന്നു. ടിക്കറ്റ് കയറി അകത്ത് കയറിയപ്പോഴത്തേനും വീണ്ടും നീൽ ആംസ്ട്രോങ് ഉണ്ടായ അതേ അവസ്ഥ. ആരുമില്ല തിയേറ്ററിനകത്ത്. ഞാനും കുറെ കസേരയും സ്ക്രീനും മാത്രം. അതിനു മുന്നേ ഉണ്ടായ ഒരു ചെറിയ ഇൻസിഡന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ടിക്കറ്റ് കീറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അയാൾക്ക് ടിക്കറ്റ് കയറിയാൽ പോരെ, ടിക്കറ്റ് കയറി അതിനകത്തോട്ട് വിട്ടാൽ പോരെ, സീറ്റ് നമ്പർ പറഞ്ഞു തന്നാൽ പോരെ, കൂടുതൽ താളം വിടണോ? അവനോട് പറയാണ്, നീ നിന്റെ ഏറ്റവും വലിയ പശ്ചാത്തലത്തിലേക്കാണ് പോകുന്നത്. അതെന്താ ചേട്ടാ? നീ കണ്ടു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്റെ എക്സ്പെക്ടേഷൻ മൊത്തം തകിടം മറിച്ചുകൊണ്ടായിരുന്നു ചേട്ടന്റെ ഡയലോഗ്. എന്തെന്നാൽ എന്നാത്താൻ കേസുകോട്, പിന്നെ നമ്മുടെ ആൻഡ്രോഡ് കുഞ്ഞപ്പൻ, കനകം കാമിനി കലഹം, നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഡയറക്ടറിന്റെ അടുത്ത പടമാണ് സൂസു ഹ്രീപ്ര. അപ്പോൾ ഇത് കാണാനായിട്ട് വലിയ എക്സ്പെക്ടേഷനോട് കൂടി വന്നപ്പോഴത്തേനും പുള്ളി പറയാണ്, മോനെ നീ അബദ്ധത്തിലേക്കാണ് പോകുന്നത്. ഇവനെയൊക്കെ എന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് തിയേറ്ററിലോട്ട് കയറിയിരുന്ന് ഈ ഒരു അവസ്ഥയിലോട്ടാണ് ഞാൻ പടം കാണാൻ പോകുന്നത്. പടം തുടങ്ങാൻ 2 മിനിറ്റ്, 1 മിനിറ്റ്, അര സെക്കൻഡ്, 30 സെക്കൻഡ് എന്നീ അവസ്ഥയിലോട്ട് എത്തിയപ്പോഴത്തേനും സ്വർഗത്തിന്റെ വാതിൽ മലക്ക തുറക്കുന്ന പറഞ്ഞ പോലെ തിയേറ്ററിന്റെ വാതിൽ തുറന്ന് കുറച്ച് പേർ പടം കാണാൻ വേണ്ടി വന്നിരുന്നു. പടം തുടങ്ങി ആദ്യത്തെ ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേനും എല്ലാവരുടെയും സ്ഥായി ഭാവം ഇത് തന്നെയായിരുന്നു. എന്തോ നടക്കുന്നു, എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
അപ്പോഴാണ് ചെറിയ പുഞ്ചിരി ഉണരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായി. പിന്നെ ആ പുഞ്ചിരി വലുതാകാൻ തുടങ്ങി, വലുതാകാൻ തുടങ്ങി, വലുതാകാൻ തുടങ്ങി. പൊട്ടിച്ചിരിയിലേക്ക് എത്താൻ തുടങ്ങി. അത് വലിയ ചിരിയിലേക്കെത്തി. ആ ഒരു ചിരി ഇന്റർവെൽ ബ്ലോക്ക് വരെ നമുക്ക് ഉടനടി കിട്ടിയിരുന്നു. നമ്മുടെ കഥാനായകൻ എത്തിച്ചേരുന്ന ഒരു സന്ദർഭം തൊട്ട്, അല്ലെങ്കിൽ ആ സന്ദർഭം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോ തൊട്ട് ഈ ഒരു ഫ്ലോയിലുള്ള നമുക്കൊരു കോമഡി കാര്യങ്ങളെല്ലാം കിട്ടി. ഇന്റർവെൽ ബ്ലോക്ക് എത്തി, ഇന്റർവെൽ ബ്ലോക്ക് കാണിച്ച് തിയേറ്ററിന്റെ വാതില് തുറന്ന് പുറത്തിറങ്ങി ഞാൻ വാഷ്റൂമിലോട്ട് പോകുന്ന ആ ഒരു സമയം വരെയും ചിരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്റെ അപ്പുറത്ത് നിന്ന് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, "ഇറങ്ങിപ്പോയാലോന്ന് ആലോചിച്ചാ. ഇപ്പൊ അവന്മാര് ഒപ്പിച്ച് കൊണ്ടുവന്ന് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് അടിപൊളിയാക്കിയെന്ന്" പറഞ്ഞിട്ട് ഡോറ് തുറന്ന് ഞാൻ തിരിച്ച് തിയേറ്ററിലേക്ക് കയറി വരുന്നത് ഈ ഒരു ചിരിയുടെ ആ ഒരു ഹാങ് ഓവറിലാണ്. ഈ ചിരിയുടെ ബാക്കിയാണല്ലോ. സമരം കൊണ്ടെത്തിക്കാമെങ്കിൽ ബാക്കിയും പറ്റും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വന്നിരുന്നു. ഒരവസ്ഥയായിരുന്നു. ആ ഒരു സ്ഥായി ഭാവം എനിക്ക് അവസാനം വരെയും അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വന്നു. എന്തെന്നാൽ കോമഡി എലമെന്റ്സ് തീരെ എനിക്ക് സെക്കൻഡ് ഹാഫിൽ വർക്കായിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു വലിയൊരു ചിരിയിൽ നിന്നും തിരിച്ചു വരാനാവാതെ ഞാനിങ്ങനെ അവിടെ സ്റ്റക്കായി പോയി. അതിന്റെ ബാക്കിയായിട്ടുള്ള ഒരു ചിരിക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ കാത്തിരുന്നത്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. സാരമില്ല. പടം ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പുഞ്ചിരികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേനും അത് മാറി മാറി ഒരു ഇമോഷൻ സ്റ്റേജിലേക്ക് പടം കൊണ്ടെത്തിക്കുന്നുണ്ട്. പെട്ടെന്ന് പടം അങ്ങ് തീർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ചാക്കോച്ചനൊക്കെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ചാക്കോച്ചനൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. കുറച്ച് വലിഞ്ഞു പോയതുപോലെ തോന്നി എനിക്ക് അവസാന ഭാഗങ്ങളൊക്കെ ആയപ്പോഴത്തേനും. കുറച്ച് ട്രിം ചെയ്യുകയായിരുന്നെങ്കിൽ, കുറെ അനാവശ്യ സീനുകളൊക്കെ എടുത്ത് മാറ്റുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ പടത്തിന്റെ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഈ പടത്തില് സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഒരു ചിരി വന്നില്ല എന്ന് പറഞ്ഞിട്ട് പടം മുഴുക്കെ അങ്ങ് തള്ളിക്കളയാനും പറ്റുകേല. എന്തെന്നാൽ പടത്തില് കുറേ കാര്യങ്ങൾ നല്ല ടോപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ടെക്നിക്കൽ വൈസ് പടം നല്ല ടോപ്പായിരുന്നു. ഓരോ ട്രാൻസിഷൻസ്, ഓരോ എഡിറ്റിംഗ്, ഓരോ സീൻ ബൈ സീൻ ഒക്കെ വരുമ്പോഴത്തേനുള്ള ടെക്നിക്കൽ വൈസ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി, ഒരു ബ്ലെൻഡിങ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഒപ്പിച്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇതിനു മുന്നേ ചെയ്തിരിക്കുന്ന പടങ്ങളെല്ലാം നല്ല ബെസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഡയറക്ടർ ആയതുകൊണ്ട് ഒപ്പിക്കേണ്ട ആവശ്യമില്ല. പുള്ളി മനസ്സിൽ കണ്ടതുപോലെ തന്നെ പുള്ളിക്ക് പടം ചെയ്ത് വിടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കാണികളിലേക്ക് എത്തിയപ്പോഴത്തേനും നമുക്കിത് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒരു 10, 30 മിനിറ്റ്, ഒരു 30% ഫസ്റ്റ് ഹാഫിന് ഒരു 30% കഴിയുമ്പോഴാണ് നമുക്കിതൊന്ന് ഓടി തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്തിലേക്കൊക്കെ, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരേണ്ടതായിട്ട് വന്നതുകൊണ്ട് മാത്രമാണ് പടത്തിൽ മുഴുനീളം നമുക്കൊരു എൻഗേജ്ഡ് ആകാൻ പറ്റാതായി പോയതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കോമിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഒക്കെ കോമിക്കലായിട്ടാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ലോകത്താണ് ഇവർ ജീവിക്കുന്നത്. പിന്നെ പല കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഇതിൽ കാണിക്കുന്നത്. ആ കാലഘട്ടങ്ങളിലെ ട്രാൻസിഷൻസ് ഒക്കെ വല്ല വെടിപ്പായിട്ട് ഇവർക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാല് ഓരോ ചില ഒരു സീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഡോറ് തുറന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേനും 1980 ആയിരിക്കും. ഡോറിന് മുന്നേ 2000 ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ട്രാൻസിഷൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ചില സീനിലൊക്കെ മിററിന്ന് റിയൽ സീനിലോട്ട് പോകുന്ന ട്രാൻസിഷൻസ്, അങ്ങനെ കുറെ ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതൊരു മ്യൂസിക്കലി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രാമ, സറ്റയർ, ഫിക്ഷണൽ, ഡാർക്ക് ഹ്യൂമർ, കോമഡി എലമെന്റിൽ വരുന്ന ഒരു പടമായിട്ട് വേണം എനിക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആ ഒരു കോമിക്കൽ പ്രസന്റേഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെ കനകം കാമിനി കലഹം പോലുള്ള ഒരു സറ്റയർ ഫിലിം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ പടം ഒരു പരിധി വരെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ സാധിക്കും. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എനിക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയത്. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴത്തേനും പടം, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പടം ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്നതായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ പടം എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി എനിക്ക് പറയാനായിട്ടില്ല. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ വൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം അവരുടെ ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഡോൺ വിൻസെന്റ് എന്ന് പറഞ്ഞ ആളാണ്. സിനിമാറ്റോഗ്രഫി സബിൻ ഉറലിക്കണ്ടിയാണ്. പിന്നെ എഡിറ്റിംഗ് ആകാശ് തോമസ്. നല്ല വെടിപ്പായിട്ട് ആ വർക്ക് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് സൂപ്പർ ആയിരുന്നു ഇതിനകത്ത്. പിന്നെ കാലഘട്ടങ്ങൾ തിരിച്ച് കാണിക്കുമ്പോഴത്തേനും അവർക്ക് ആ ഒരു കാലഘട്ടങ്ങൾ ഒരു പരിധി വരെ വിശ്വസനീയമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് കുറെ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പഴയ കാലത്താണ്, കലണ്ടറൊക്കെ 1990 കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് പുതിയ കാലത്തേക്ക് ഇടയ്ക്ക് വരുന്നു. പിന്നെ പഴയ കാലത്തിന് ഇടയ്ക്ക് പോകുന്നു. പിന്നെ അതിന്റെ പഴയ കാലത്തിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഇടയ്ക്ക് ആദ്യം കിട്ടാതെ വരും. പിന്നെ നമുക്ക് മനസ്സിലാവും ഇത് എപ്പോഴൊക്കെയായി ഇത് നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു പഴയ കാലം കാണിക്കുമ്പോൾ, പഴയ കാലങ്ങൾ 1920 കാണിക്കാം, ആ ഒരു കാലഘട്ടങ്ങൾ കാണിക്കാൻ വേണ്ടി
വെള്ളയും കറുപ്പുമൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് ഇവരെ കാണിക്കുന്നുണ്ട്. ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇടിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. 1990 ആകുമ്പോഴത്തേനും കുറച്ചുകൂടെ മോഡേൺ ആയിരുന്നു. എന്നാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ്. പിന്നെ മോണോക്രോം ഷെയ്ഡ്, പിന്നെ ഒരുവിധം കളർ ഷെയ്ഡിലൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടങ്ങളൊക്കെ നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് ഏറെക്കുറെ സാധിച്ചിട്ടുണ്ടെന്ന് വേണം എനിക്ക് പറയാനായിട്ട്. വിഷ്വൽ എഫക്ട്സ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു അവരുടെ വിഷ്വൽ എഫക്ട്സ് കാര്യങ്ങളൊക്കെ. അതിൽ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് ഇന്റർവൽ ബ്ലോക്കിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഭാഗമുണ്ട് മോനെ, അത് പക്കായിരുന്നു. ഇന്റർവൽ ബ്ലോക്കിൽ വരുന്ന ഒരു സ്റ്റണ്ട് വരുന്ന അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇന്റർവൽ ബ്ലോക്ക് ആണ് ഇതിന്റെ ബെസ്റ്റ് പോർഷൻ എന്നാണ് എനിക്ക് പറയാനായിട്ട്. നമുക്ക് കൂടുതലായിട്ട് എൻഗേജ് ചെയ്തിട്ട് ഇരിക്കുകയും നമ്മളെ ഒന്ന് പൊട്ടിച്ചിരിക്കാനും പറ്റിയ ഒരു ഭാഗം ഇതിന്റെ ഇന്റർവൽ ബ്ലോക്ക് ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ റിവ്യൂ ചുരുക്കമാണ്. ഇതിൽ കൂടുതൽ എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെങ്കിൽ നിങ്ങൾ പടം കാണുക. തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. പടം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമന്റ് ആയിട്ടൊക്കെ അറിയിക്കുക. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പം ബൈ.